ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ കേരള PSC ലൈബ്രറിയൻ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും സം അതർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ തന്നെ കാണാൻ നോക്കുക. സ്പീഡ് കുറവാണെങ്കിൽ പ്ലേബാക്ക് സ്പീഡ് കൂട്ടി വെച്ച് കണ്ടോളൂ. ഒരു ബുക്ക് എപ്പോഴും കൂടെ വയ്ക്കണം. സ്ക്രീനിൽ കാണിക്കാത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒപ്പം പറഞ്ഞു പോകുന്നുണ്ട്, അതും നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്ന വാക്ക് ആരാണ് പ്രൊപ്പൗണ്ട് ചെയ്തത്, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ആരാണ്? ബീസ്മാൻ ആണ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്ന വാക്ക് പ്രൊപ്പൗണ്ട് ചെയ്തത്. ഒരു സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് സ്യൂട്ടബിൾ ആയ ചാനലിലൂടെ വിവരങ്ങൾ, അതായത് ഇൻഫർമേഷൻ ഓർ നോളേജ് എങ്ങനെ നീങ്ങുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ബീസ്മാൻ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്ന വാക്ക് നിർദ്ദേശിച്ചത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് നോളേജ് ഓർ ഇൻഫർമേഷൻ ഫ്രം സോഴ്സ് ടു റിസീവർ. ബീസ്മാനിൻ്റെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ കോൺസെപ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻ്റെ മീനിങ്ങും പേർപ്പസും റിസീവറിന് വ്യക്തമായി മനസ്സിലാകുമ്പോൾ മാത്രമേ എഫക്റ്റീവായ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ നടക്കുള്ളൂ എന്നാണ്. നെക്സ്റ്റ്, ഏത് അസോസിയേഷൻ്റെ ടാഗ് ലൈൻ അല്ലെങ്കിൽ മുദ്രാവാക്യമാണ് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് ഇൻഫർമേഷൻ? SLA, സ്പെഷ്യൽ ലൈബ്രറി അസോസിയേഷൻ. SLAയുടെ ടാഗ് ലൈനാണ് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് ഇൻഫർമേഷൻ. 1909 ഈ അസോസിയേഷൻ ജോൺ കോട്ടൺ ഡാന സ്ഥാപിച്ചത്. അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ്റെ ബോസ്റ്റൺ കോൺഫറൻസിൻ്റെ സമയത്തായിരുന്നു ജോൺ കോട്ടൺ ഡാന SLA ഫൗണ്ട് ചെയ്തത്. SLAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അലക്സാൻഡ്രിയ, വെർജീനിയ, USA ജോൺ കോട്ടൺ ഡാന തന്നെയായിരുന്നു SLAയുടെ ഫസ്റ്റ് പ്രസിഡന്റ്. കറൻ്റ്ലി SLA ഒരു സ്റ്റാൻഡ് അലോൺ ഓർഗനൈസേഷനായിട്ട് ആക്റ്റീവ് അല്ല. മാർച്ച് 2025 SLA അവരുടെ ഡിസൊല്യൂഷൻ അനൗൺസ് ചെയ്തിരുന്നു, അതായത് പിരിച്ചുവിടാൻ പോവാണെന്ന് അനൗൺസ് ചെയ്തിരുന്നു. പിന്നീട് SLA ഡിസോൾവ് ചെയ്യുന്നതിന് പകരം അസോസിയേഷൻ ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ASISTI മെർജ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് SLA ASIST ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റീസിന് വേണ്ട സർവീസസും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SLAയുടെ വൺ ഓഫ് ദ പബ്ലിക്കേഷനാണ് ഇൻഫർമേഷൻ ഔട്ട്ലുക്ക്. ഇതൊരു ബൈ മന്ത്ലി ഓൺലൈൻ മാഗസീനാണ്. നെക്സ്റ്റ്, ഇംപീരിയൽ ലൈബ്രറിയിലെ ഫസ്റ്റ് ലൈബ്രറിയൻ ആരായിരുന്നു? ജോൺ മെക്ഫാർലെയിൻ ആയിരുന്നു ഇംപീരിയൽ ലൈബ്രറിയിലെ ഫസ്റ്റ് ലൈബ്രറിയൻ. ഇംപീരിയൽ ലൈബ്രറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ആണ്. കൽക്കട്ടയിലുള്ള സെവറൽ സെക്രട്ടേറിയറ്റ് ലൈബ്രറീസ് കമ്പൈൻ ചെയ്തിട്ടായിരുന്നു ഇംപീരിയൽ ലൈബ്രറി ഫോം ചെയ്തത്. 1901 തൊട്ട് 1906 വരെയായിരുന്നു ജോൺ മെക്ഫാർലെയിൻ ലൈബ്രറിയനായി സേവനം അനുഷ്ഠിച്ചത്. ഈ പുതുതായി സ്ഥാപിച്ച ഇംപീരിയൽ ലൈബ്രറിയിൽ കളക്ഷൻ ഡെവലപ്പ് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും അദ്ദേഹം ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. മെക്ഫാർലെയിൻ ഫോർമർലി ഈസ്റ്റ് ഇന്ത്യ കോളേജിലെ ലൈബ്രറിയൻ ആയിരുന്നു. പിന്നീടാണ് ഇംപീരിയൽ ലൈബ്രറിയിലെ ലൈബ്രറിയനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. 1906 അദ്ദേഹത്തിൻ്റെ ഡെത്തിന് ശേഷം ഡോക്ടർ ഹരിനാഥ് ഡേ ആയിരുന്നു ലൈബ്രറിയൻ പൊസിഷൻ ടേക്ക് ഓവർ ചെയ്തത്. ഇംപീരിയൽ ലൈബ്രറിയിലെ ഫസ്റ്റ് ഇന്ത്യൻ ലൈബ്രറിയൻ ആണ് ഹരിനാഥ് ഡേ. അദ്ദേഹം ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് പോളിഗ്ലോട്ടും ഒരു ലിംഗ്വിസ്റ്റും ആയിരുന്നു. 34ഓളം ലാംഗ്വേജസ് സംസാരിക്കാൻ അറിയാവുന്ന ആളായിരുന്നു ഹരിനാഥ് ഡേ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ റിസർച്ച് ഗ്രൂപ്പ് ഫൗണ്ട് ചെയ്തത് ഏത് ഇയറിലാണ്? 1952 CRG സ്ഥാപിതമായത് ഇൻ യുണൈറ്റഡ് കിങ്ഡം. എക്സ്പീരിമെൻസിലൂടെയും റിസർച്ചസിലൂടെയും ലൈബ്രറി ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മെച്ചപ്പെടുത്താനായിട്ട് എയിം ചെയ്ത ബ്രിട്ടീഷ് ലൈബ്രറിയന്മാരുടെയും ഇൻഫർമേഷൻ സയൻറ്റിസ്റ്റുമാരുടെയും ഒരു സംഘം അല്ലെങ്കിൽ ഒരു കൂട്ടമായിരുന്നു CRG, ക്ലാസിഫിക്കേഷൻ റിസർച്ച് ഗ്രൂപ്പ്. രംഗനാഥൻ്റെ ഫാസറ്റഡ് ക്ലാസിഫിക്കേഷൻ തിയറിയിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഫാസറ്റ് അനാലിസിസും ഇൻഫർമേഷൻ റിട്രീവലിൻ്റെ തിയറീസിലും സിഗ്നിഫിക്കൻ്റ് ആയ ഡെവലപ്മെൻറ്റ്സ് കൈവരിച്ചത്. നെക്സ്റ്റ്, യൂണിറ്റേം ഇൻഡെക്സിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആയ വ്യക്തി ആരാണ്? മോർട്ടിമർ ടോബ്. ഏർലി 1950s മോർട്ടിമർ ടോബ് യൂണിറ്റേം ഇൻഡെക്സിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. കോർഡിനേറ്റ് ഇൻഡെക്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മോർട്ടിമർ ടോബ് ഈ യൂണിറ്റേം ഇൻഡെക്സിങ്ങിൻ്റെ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഇതിലൂടെ യൂസേഴ്സിന് സിംഗിൾ ടേംസ് വെച്ച്, അതായത് യൂണിറ്റ് ടേംസ് വെച്ച് ഇൻഫർമേഷൻസ് എളുപ്പത്തിൽ റിട്രീവ് ചെയ്ത് എടുക്കാൻ ഹെൽപ്ഫുള്ളായി. ഈസി റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ആണ് മോർട്ടിമർ ടോബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ബുക്ക് ക്ലാസിഫിക്കേഷൻ എഴുതിയത് ആരാണ്? E.W. ഹ്യൂം. E.W. ഹ്യൂം ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബുക്ക് ക്ലാസിഫിക്കേഷൻ എഴുതിയത്. അദ്ദേഹം ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷൻ തിയറിസ്റ്റ് ആയിരുന്നു.
1911 തൊട്ട് 1912 കാലഘട്ടത്തിൽ ലൈബ്രറി അസോസിയേഷൻ റെക്കോർഡിലായിരുന്നു ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ദ ബുക്ക് ക്ലാസിഫിക്കേഷൻ ബുക്കിലാണ് ഹ്യൂം പ്രിൻസിപ്പിൾ ഓഫ് ലിറ്റററി വാറന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ലിറ്റററി വാറന്റും ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, UGC Infonet is a consortium to access periodicals. UGC Infonet ഡിജിറ്റൽ ലൈബ്രറി കൺസോർഷ്യം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്കും ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്കും സ്കോളർലി ജേർണൽസിലേക്കും ഡാറ്റാബേസസിലേക്കും ആക്സസ് നൽകുന്ന ഒരു കൺസോർഷ്യമാണ്. UGC ഇൻഫ്ലിപ്നെറ്റുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ മെയിൻ എയിം യൂണിവേഴ്സിറ്റികൾക്ക് വൈഡ് റേഞ്ചിലുള്ള ജേർണൽസ്, ബുക്സ്, മറ്റ് ഓൺലൈൻ റിസോഴ്സസിലേക്കുമുള്ള ആക്സസ് നൽകുക എന്നാണ്. UGC Infonet കൺസോർഷ്യം ലോഞ്ച് ചെയ്തത് ഓണറബിൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ഇൻ ഡിസംബർ 2003. ഇതിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ഷോഡ് സിന്ധു. UGC Infonet ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. UGC Infonet അതർ കൺസോർഷ്യംസും കൂടെ മെർജ് ചെയ്ത് ലാർജ് ഇനിഷ്യേറ്റീവായ ഷോഡ് സിന്ധു ലൈബ്രറി കൺസോർഷ്യമായിട്ട് മാറി. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിലെ ഏതാണ് യൂണിയൻ കാറ്റലോഗ്? വേൾഡ് കാറ്റ്. വേൾഡ് കാറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിയൻ കാറ്റലോഗാണ്. OCLC ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, അവർ തന്നെയാണ് അത് മെയിൻറ്റെയിനും ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ലൈബ്രറികളുടെ കാറ്റലോഗുകൾ കമ്പൈൻ ചെയ്ത് യൂസേഴ്സിന് ബുക്സും ജേർണലുകളും തുടങ്ങിയ മെറ്റീരിയൽസ് എവിടെയാണുള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എ ബിബ്ലിയോഗ്രഫി ഓഫ് ബിബ്ലിയോഗ്രഫീസ് ഈസ് ടെറിഷറി സോഴ്സ്. സെക്കൻഡറി സോഴ്സസിലുള്ള ബിബ്ലിയോഗ്രഫീസിനെ ശേഖരിച്ച് അതിനെ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ബിബ്ലിയോഗ്രഫി ഓഫ് ബിബ്ലിയോഗ്രഫീസ് എന്ന് പറയുന്നത്. റിസർച്ചേഴ്സിന് ഒരു സ്പെസിഫിക് ടോപ്പിക്കിലുള്ള സോഴ്സസ് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡാണ് ബിബ്ലിയോഗ്രഫി ഓഫ് ബിബ്ലിയോഗ്രഫീസ്. ഇൻഫർമേഷൻ സോഴ്സിനെ പറ്റി മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇൻഫർമേഷൻ സോഴ്സസ് മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഡോക്യുമെൻ്ററി സോഴ്സസും നോൺ ഡോക്യുമെൻ്ററി സോഴ്സസും. അതിൽ നോൺ ഡോക്യുമെൻ്ററി സോഴ്സസിൽ വരുന്നതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഴ്സസ്. ഡോക്യുമെൻ്ററി സോഴ്സസിൽ വരുന്നതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സോഴ്സസ്. പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒറിജിനൽ വർക്ക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇറ്റ് പ്രൊവൈഡ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഫ്രഷ് വർക്ക്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ റിസർച്ച് പേപ്പേഴ്സ്, മാനുസ്ക്രിപ്റ്റ്സ്, റിപ്പോർട്ട്സ്, കോൺഫറൻസ് പ്രൊസീഡിങ്സ്, ട്രേഡ് ലിറ്ററേച്ചേഴ്സ് ഒക്കെയാണ്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഫർമേഷൻസ് എപ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്തവയായിരിക്കും. പ്രൈമറി സോഴ്സസിലുള്ള വർക്ക്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്തതോ ഓർ കമ്പൈൽ ചെയ്തതോ അല്ലെങ്കിൽ റീപാക്കേജിങ് ചെയ്തു വരുന്ന വർക്ക്സ് ആണ് സെക്കൻഡറി സോഴ്സസിൽ ഉണ്ടാവുക. എക്സാമ്പിൾ ബിബ്ലിയോഗ്രഫീസ്, ഇൻഡെക്സസ്, അബ്സ്ട്രാക്ട്സ്, റിവ്യൂസ് ഓഫ് പ്രോഗ്രസ്, റെഫറൻസ് വർക്ക്സ്, മോണോഗ്രാഫ്സ്, ടെക്സ്റ്റ് ബുക്സ് ഒക്കെയാണ് സെക്കൻഡറി സോഴ്സസിൽ വരുന്ന എക്സാമ്പിൾ. ടെറിഷറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ കീസ് ആൻഡ് എയ്ഡ്സ് ടു സെർച്ച് ഇൻഫർമേഷൻ ആണ്. ഇതിനകത്ത് സമ്മറീസ്, ഗൈഡ്സ്, സെക്കൻഡറി സോഴ്സസിലുള്ള വർക്ക്സിൻ്റെ കമ്പൈലേഷൻസ് ഒക്കെയാണ് ഉണ്ടാവുക. എക്സാമ്പിൾ ബിബ്ലിയോഗ്രഫി ഓഫ് ബിബ്ലിയോഗ്രഫീസ്, എൻസൈക്ലോപീഡിയാസ്, ഡയറക്ടറീസ്, ഇയർ ബുക്സ്, ലൊക്കേഷൻ ലിസ്റ്റ് ഓഫ് പീരിയോഡിക്കൽസ്, ലിസ്റ്റ് ഓഫ് ഇൻഡെക്സിങ് ആൻഡ് അബ്സ്ട്രാക്റ്റിംഗ് സർവീസസ്, ഗൈഡ്സ് ഒക്കെയാണ്. നെക്സ്റ്റ്, ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ പബ്ലിഷർ ആരാണ്? സാഹിത്യ അക്കാദമി. ഇന്ത്യസ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന സാഹിത്യ അക്കാദമിയാണ് ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ് പബ്ലിഷ് ചെയ്തത്. വേരിയസ് ലാംഗ്വേജസിലുള്ള ഇന്ത്യൻ എഴുത്തുകാരെയും അവരുടെ വർക്ക്സിനെ പറ്റിയുള്ള ബയോഗ്രഫിക്കൽ ആൻഡ് ബിബ്ലിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻസ് ആണ് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സാഹിത്യ അക്കാദമി വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ 24 ഇന്ത്യൻ ലാംഗ്വേജസിലെ ലിറ്ററേച്ചറിനെ അവർ പ്രോത്സാഹിപ്പിക്കാനും റെക്കഗ്നൈസ് ചെയ്യാനുമായിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1954 സാഹിത്യ അക്കാദമി എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, ഫോക്സോണമീസ് എന്ന കോൺസെപ്റ്റ് ഏതുമായി റിലേറ്റഡ് ചെയ്തിട്ടിരിക്കുകയാണ്? സോഷ്യൽ ടാഗിംഗ്. ഫോക്സോണമി എന്ന് പറയുന്നത് ഒരു യൂസർ ജനറേറ്റഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. ഇതിനെ സോഷ്യൽ ടാഗിംഗ് എന്നും പറയും. ഒരു കണ്ടന്റിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി എൻഡ് യൂസേഴ്സ് ഓൺലൈൻ വഴി ടാഗ്സ് കൊടുക്കുന്ന ഒരു പ്രാക്ടീസിനെയാണ് സോഷ്യൽ ടാഗിംഗ് എന്ന് പറയുന്നത്. ഫോക്സോണമി എന്ന ടേം നമുക്കത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഫോക്ക് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ടാക്സോണമി ക്ലാസിഫിക്കേഷൻ. ഫോക്സോണമി എന്ന് പറഞ്ഞാൽ പീപ്പിൾ മെയ്ഡ് ടാഗിംഗ് സിസ്റ്റം.
അപ്പോൾ ഫോക്സോണമി എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ജനറേറ്റഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് വേർ എൻഡ് യൂസേഴ്സ് ക്രിയേറ്റ് ടാഗ്സ് ടു എ കോണ്ടന്റ് ടു ഓർഗനൈസ് ആൻഡ് ഫൈൻഡ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഇതിനെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. കൂടാതെ ബാക്കി ഓപ്ഷൻസും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ലൈബ്രറികൾക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ പേരെന്താണ്? MSD5. ലൈബ്രറികൾക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയാണ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെക്ഷണൽ കമ്മിറ്റി, ഓൾസോ നോൺ ആസ് MSD5. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് സിസ്റ്റംസ് ഡിവിഷൻ കൗൺസിലിൻ്റെ കീഴിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് ആണ് ഡെവലപ്പിംഗ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ലൈബ്രറീസ്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ്, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ ലൈബ്രറി പ്രാക്ടീസസ്, ഇൻഡെക്സിംഗ്, അബ്സ്ട്രാക്റ്റിംഗ് സർവീസസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഇൻഫർമേഷൻ മെറ്റീരിയൽസ്. ഈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളമുള്ള ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പ്രാക്ടീസസുകളിൽ യൂണിഫോമിറ്റിയും ക്വാളിറ്റിയും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് 5 ഫണ്ടമെൻ്റൽ കാറ്റഗറി യൂസ് ചെയ്യുന്നത് ഏത് ക്ലാസിഫിക്കേഷനിലാണ്? CC കോളം ക്ലാസിഫിക്കേഷനിലാണ് 5 ഫണ്ടമെൻ്റൽ കാറ്റഗറീസ് എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓരോ സബ്ജക്ട്സും അനലൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഡോക്ടർ SR രംഗനാഥൻ ഡെവലപ്പ് ചെയ്ത കാറ്റഗറീസ് ആണ് 5 ഫണ്ടമെൻ്റൽ കാറ്റഗറി. പേഴ്സണാലിറ്റി P, മാറ്റർ M, എനർജി E, സ്പേസ് S, ടൈം T. ഡോക്ടർ SR രംഗനാഥൻ്റെ ഫാസറ്റഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അടിത്തറയാണ് ഈ PMAST എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ASCIIയിൽ ക്യാരക്ടർ Aൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ലൈബ്രറി സയൻസ് റിലേറ്റഡ് ആണോ എന്നുള്ളത്. ഇത് ലൈബ്രറി സയൻസ് റിലേറ്റഡ് ആണ്. ഇത് ICTയുടെ ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ASCII എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഇതെന്താണ്? കമ്പ്യൂട്ടേഴ്സിലെ ടെക്സ്റ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യകാല ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ്സിലെ ഒന്നാണ് ASCII. ASCII വാല്യൂസ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിമ്പിൾസ് പോലുള്ള ക്യാരക്ടേഴ്സിന് ഓരോ ന്യൂമറിക് കോഡ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ASCII വാല്യൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ന്യൂമറിക് കോഡ്സ് അസൈൻ ചെയ്യുന്നതിലൂടെ കമ്പ്യൂട്ടേഴ്സിനും അവയെ പ്രോസസ്സ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഈസിയർ ആയിരിക്കും. സ്റ്റാൻഡേർഡായ ASCII സെറ്റിൽ 0 to 127 വാല്യൂസ് വരെ ഉള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എക്സ്റ്റെൻഡഡ് ASCII സെറ്റിലാണ് 128 to 255 വരെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, അസ്ലിബിൻ്റെ പ്രസൻറ്റ് നെയിം എന്താണ്? അസോസിയേഷൻ ഓഫ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്. 1924 യുണൈറ്റഡ് കിങ്ഡത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയ അസ്ലിബ് ശരിക്കും അസോസിയേഷൻ ഓഫ് സ്പെഷ്യൽ ലൈബ്രറീസ് ആൻഡ് ഇൻഫർമേഷൻ ബ്യൂറോസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലേറ്റർ ഓൺ ഇൻഫർമേഷൻ സയൻസിലെയും മാനേജ്മെൻറ്റിലെയും ആക്ടിവിറ്റീസിലേക്ക് കൂടെ ഈ ഓർഗനൈസേഷൻ അവരുടെ ഫോക്കസ് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ അതിനെ അസോസിയേഷൻ ഫോർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇനി അടുത്ത പാർട്ടായിട്ട് വേഗം തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.